പെങ്ങളെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. കയ്യിലുള്ള സ്വർണത്തിന്റെ വള കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഉംറയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന സഹോദരി, പാടില്ല. നിന്റെ ഉംറ തന്നെ നിഷിദ്ധമാണ്. ഹലാലായ സമ്പാദ്യത്തിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറയ്ക്കോ മുഅ്മിനായ മനുഷ്യ നിന്റെ വീട്ടിലുള്ളതാകുന്ന ആഹാര പാനീയങ്ങൾക്കോ ഒരു കാര്യത്തിനോ നീ സമ്പത്ത് ചെലവഴിക്കരുതേ. തീർത്തും ഹലാലാവൽ നിർബന്ധമാണ്. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണവുമായി വീട്ടിലേക്ക് അരിയുമായി കടന്നു വരുന്ന സഹോദര, നിന്റെ അരിയാഹാരം കഴിക്കുന്ന പാവപ്പെട്ട വാപ്പയില്ലേ, പ്രായം ചെന്നതായ ഉമ്മയില്ലേ, വീടിനകത്തളത്തിൽ നിലകൊള്ളുന്നതായ മുല കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, അവൾ എന്ത് പിഴച്ചു പ്രിയപ്പെട്ട വാപ്പ? നീ ചെയ്യ തമ്മാടിത്തരത്തിന് അവർ കൂടി നരകത്തിലാണ്. ഫന്നാറു ഔലാ ബിഹി, നരകവുമായി ബന്ധപ്പെട്ടതാകുന്ന ശരീരമാണ് അവരുടെ ശരീരമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുൻഗാമികളാകുന്ന ആളുകൾ പുറത്തേക്ക് ജീവിതമാർഗം തേടിക്കൊണ്ട് പോകുമ്പോ, കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ, പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുതേ. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾക്ക് അന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ, മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ? ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ടുവരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നെവിടേക്കാണ് സമൂഹം പോയത്? ഭർത്താവ് ഒന്നിച്ചുകൊണ്ട് പറമ്പോക്ക് ഭൂമികളിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തെ വിറ്റ് തിന്നുന്ന സഹോദരിമാരില്ലേ? 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് ശരീരത്തെ വില പറയുന്നതായ അവസ്ഥയിലേക്ക് ലോകം പോയില്ലേ? നഊദു ബില്ലാഹ്. മാനം വിറ്റുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, ആഖിറത്തെ ഭയക്കുന്നില്ല പെങ്ങളെ, നരകത്തെ ചിന്തിക്കുന്നില്ല പെങ്ങളെ, മരണത്തെ ഓർക്കുന്നില്ല പെങ്ങളെ. പാരത്രികമാകുന്ന ലോകത്ത് പടച്ച റബ്ബ് നിനക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് എന്തേ പെങ്ങളെ ചിന്തിക്കാതെ പോയത്? ഇന്നത്തെ തലമുറയിലെ സഹോദരിമാരുടെ പോക്കി എങ്ങോട്ടാണ്? പൊങ്ങോട്ടാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മിൻഹാ നിക്കാഹു റജുലി അർറജുല വനിക്കാഹുൽ മർഅതി അൽ മർഅത. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗികളായി അതിൽ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാലഘട്ടം വരുമേ. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ.
അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്തേക്ക് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ എത്തിയില്ലേ. +2 പഠിക്കുന്ന മകള് പറയുകയാണ്, വാപ്പാ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാകുന്ന മാരനെ എനിക്ക് വേണ്ട വാപ്പാ, എനിക്ക് വേണ്ടത് എന്റെ കൂടെ പഠിച്ചതാകുന്ന ഫാത്തിമയാണ്, എന്റെ കൂടെ പഠിച്ച ആയിഷയാണ്, എന്റെ കൂടെ പഠിച്ച ഉമ്മു കുൽസൂമ. ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് കാലം ഞങ്ങളിതാ സ്വർഗരതി അനുരാഗികളായി പ്രണയ ജോഡികളായി ജീവിച്ചവരാ. ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്ന് പെണ്ണുങ്ങളെ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാനും എത്ര വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാനും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിറമാടാൻ വേണ്ടി ഇന്നത്തെ മുസ്ലിം സമുദായം പോലും അതപ്പതിച്ചില്ലേ. സമ്പത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്. എവിടെയാ എത്തിയത്? ആരെയും കൊല ചെയ്യാൻ ഒരു സ്കൂട്ടർ ഡ്രൈവറായിട്ട് ഇറങ്ങിയിരിക്കുക ചെറുപ്പക്കാര് എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും വയറ്റത്ത് തുളയിട്ടിട്ട് വരുമ്പോൾ രൂപ 25,000 രൂപ. പാപ്പാടെ പ്രായമുള്ള മനുഷ്യനെ, ഉമ്മാടെ പ്രായമുള്ള വ്യക്തികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത്? നിസ്സാര വിഷയങ്ങൾക്ക് വഴക്കടിക്കുന്ന കാലഘട്ടം. ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു, മാന്യമായി വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പൊ അവന് ഫ്രണ്ടിലേക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോലെ നിർബന്ധമായി. അപ്പൊ അവൻ അങ്ങനെ ഓവർടേക്ക് പോകുമ്പോൾ അവിടുന്ന് 2 ചെറുപ്പക്കാർ വരുന്നു. അപ്പൊ അവന്റെ നടുവേരിൽ പൊക്കി കാണിക്കും. ഒരു കാര്യമില്ല, ഒരു പ്രകോപനം ആണോ അല്ലേ? നമ്മുടെ കൗമിന്റെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനം പറഞ്ഞ അല്ല, അമേരിക്കയിലെ കഥയല്ലേ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കഥ. അതൊക്കെ ഒരു ജീവിത ശൈലിയിലായി പോയിരിക്കണം. എങ്ങോട്ടാണോ പോകുന്നത് ഹമുക്കെന്ന് ചോദിക്കണം. ഹമുക്കെന്ന് ഞാൻ പറഞ്ഞ വാക്കാണ്, അവൻ പറഞ്ഞത് വേറെ, ലൈവാണല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം. ഒരു കാര്യമില്ല, അതായത് ഉടക്കുണ്ടാക്കാൻ സ്വന്തം വാപ്പാടെ പ്രായമുള്ള വ്യക്തികളെ വരെ ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, എത്ര മൃഗീയമായ രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, വെറുതെ ഒന്ന് നോക്കിയതിന്റെ പേരിൽ അടിക്കുക, വഴക്കിടുക, സദാചാര ഗുണ്ടാക്രമം നടത്തുക, ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ വല്ലാതെ വ്യാപിച്ചു വന്നിരിക്കുകയാണ്. വലിയ വിഷയമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം. പുതുതലമുറകൾ എങ്ങനെയാണ്, എവിടേക്കാണ് എത്തിപ്പെടുക? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ആരെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, ലോട്ടറി അടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പലിശയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും 10 ലക്ഷം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇറങ്ങിത്തിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ലോകത്ത് നമ്മൾ ഇതൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതുമായ അവസ്ഥയിലേക്ക് വന്നല്ലോ. ഈ സമയത്ത് ഈമാൻ മുറുകെ പിടിച്ചാൽ സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അവസാന കാലഘട്ടത്തിലേക്ക് പോവാൻ, ഈ കാലഘട്ടത്തിൽ 5 വഖത്ത് നിസ്കാരം നിലനിർത്തി ഇത്തരത്തിലുള്ള ദിനങ്ങളെ ശ്രദ്ധ ചെലുത്തി ഇബാദത്തുകളെ ശ്രദ്ധിച്ചാൽ നിന്നേക്കാൾ ഉന്നതനായ മറ്റൊരു വ്യക്തിത്വം ഇല്ല. കറക്റ്റായി നിസ്കരിക്കാം, ഫർളും സുന്നത്തുകളും ശ്രദ്ധിക്കാം. ഒരു ജമാഅത്ത് പോലും പുരുഷന്മാരും മുടക്കരുത്. ജുമുഅ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത്. അന്നത്തെ ദിവസം അൽ കഹ്ഫ് സൂറത്ത് ഓതിയിരിക്കണം. മൻ ഖറഅ സൂറത്തൽ കഹ്ഫി ഫീ ലൈലത്തിൽ ജുമുഅ വിൽ ജുമുഅ അല്ലാഹ ലഹു മാ ബൈനൽ ജുമുഅതൈനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅയിൽ സൂറത്തുൽ കഹ്ഫ് അതിന്റെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അടുത്ത ഒരാഴ്ചക്കിടെ പ്രകാശം ഇട്ടു തരും നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആത്മീയമായ പ്രകാശം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രകാശത്തിലാണ് പതിയാങ്കര ഉസ്താദൊക്കെ നടക്കുന്നത്. ആ പ്രകാശം നാളെ മഹ്ശറിൽ ഉണ്ടാകും. എങ്ങനെയാണ്? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗം. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. റസൂലേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും, അവരുടെ പ്രകാശം ഓടുകയാണ് ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെ വലത്തിലൂടെ അവരുടേതാകുന്ന സർവഭാഗത്തിലൂടെയും പ്രകാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ബുശ്റാകുമുൽ യൗം, മലക്കുകൾ വിളിച്ചു പറയുകയാണ്, കടന്നു വരൂ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊരു കാലഘട്ടത്തിന് കൊളുത്തി വെച്ചിട്ടുള്ളത് ആത്മീയമാകുന്ന ശോഭനമാകുന്ന മുഹൂർത്തങ്ങളാണ്. 10 വർഷത്തോളം പതിയാങ്കരെ നിങ്ങൾ ആത്മീയമായി ധന്യമാക്കിയവരല്ലേ? ആത്മീയമാകുന്ന പ്രകാശത്തിന്റെ പ്രചല പ്രഭയിലേക്ക് ശാന്തുല തീരത്തേക്ക് കൊണ്ടുപോയവരല്ലേ? അറുതിയിൽ നിന്നതാകുന്ന വറുതിയിൽ നിന്ന് സമൂഹത്തെ ദീനിൻ്റെതാകുന്ന മാർഗത്തിലേക്ക് എത്തിച്ചവരല്ലേ? സമ്പാദ്യം
അഭിവാദ്യമുള്ളവരാക്കി മാറ്റിയവരല്ലേ? സാമ്പത്തിക അഭിവൃദ്ധിയുള്ളതാകുന്ന ജനസമൂഹമായി ആത്മീയതയുടെ വിഭിന്നമാകുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നവരല്ലേ? നിങ്ങൾക്കിതാ സന്തോഷം. എന്നതിന്റെ ഫീലിന്റെ ഫായില് പറഞ്ഞത് അവരുടെ പ്രകാശം ഓടുവെന്നാണ്. നൂറുഹും അവരോടുവെന്നല്ല, നൂറുഹും അവരുടെ പ്രകാശമാണ് ഓടുക എന്ന് പറഞ്ഞാൽ മോമിനായ മനുഷ്യൻ പ്രകാശത്തിന്റെ ഒരു രൂപമായിട്ട് മാറുമെന്നർത്ഥം. അങ്ങനെയാണ് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവനെ നോക്കുമ്പോ അവനെ കാണാൻ കഴിയില്ല, ഫുള്ള് പ്രകാശം. ഒരു പ്രകാശം ഇങ്ങനെ ഓടുന്നതായിട്ട് ഓടും. സുബ്ഹാനല്ലാഹ്, പ്രകാശമാണ് ഓടുന്നത്. കാരണം എന്താ? ആ മനുഷ്യൻ അങ്ങനെ അമൽ ചെയ്ത് അവനൊരു പ്രകാശത്തിന്റെ ഗോപുരമായി മാറി. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണല്ലോ ആലിമീങ്ങൾക്ക് മുഖത്തുള്ള ശോഭ. നമ്മളൊരു സാധനം കണ്ടാൽ പറയുമല്ലോ, നല്ല സമുന്നതരായ ആലിമിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വഖാറ്, ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ഈമാൻ കണ്ടാൽ പിന്നെ നമുക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. നല്ല ഈമാൻ തുളുമ്പുന്ന മുഖം, സ്വാലിഹായ മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കണ്ടാലറിയാം. നമ്മൾ പറയാറുണ്ട്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് പറഞ്ഞത്, ആ പ്രകാശം ഇട്ടുകൊടുത്ത മഹത്തുക്കളാണ് നടക്കുന്ന മഹാന്മാർ. അള്ളാഹുരുടെ തണല് പറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എതിർത്ത് അവരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അശ്ലീലത വിട്ട് ഇങ്ങനെ കണ്ടു നിറച്ചതിന് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാകുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് ഈ സമൂഹത്തെയും സമുദായത്തെയും ലോകരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വിവരമില്ലാത്ത അത്തരത്തിലുള്ളതാകുന്ന ജൽപ്പനങ്ങൾ നടത്തുന്നതായ നവീനവാദികളിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ സംരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരെ തിരിഞ്ഞവരാണ് ഈ സമൂഹം. അവരുടേതാകുന്ന ആത്മീയത കണ്ടവരാണ്. അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ പരിശുദ്ധ ദീനിൻ്റെതാകുന്ന സംസ്ഥാപനത്തിന് വേണ്ടി, ഈ നാടിന്റെ ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി, ഉണർവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് കൊണ്ടാണ് ഇന്നിവിടെ തലയെ കെട്ടുകെട്ടിയ ഉസ്താദുമാർ ധാരാളം ഉണ്ടായത്. ഇന്നിവിടെ തലയിൽ തൊപ്പിയിട്ടതാകുന്ന ഉമറാക്കൾ ധാരാളം ഇവിടെ റെഡിയായത്. ചെറുപ്പക്കാരടക്കം ഈ ആത്മീയമാകുന്ന സദസ്സിൽ 9 മണിക്ക് മുമ്പേ തന്നെ സജ്ജരായി നിലകൊണ്ടത് അവർ കൊളുത്തിവെച്ചതാകുന്ന ദീപശിഖയുടെ കാരണമായിട്ടാണ്. അവർ കൊളുത്തിവെച്ചതാകുന്ന പ്രകാശത്തിന്റെ അരുണോദയമാകുന്ന ശോഭയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെയൊക്കെ പിൻപറ്റാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അഹങ്കാരവും ധിക്കാരവും വെച്ച് ഈ ദുനിയാവിൽ നീ ജീവിക്കണ്ട. ഹലാലായ സമ്പാദത്തിന് വേണ്ടി നീ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലയോ സഹാബ, നിങ്ങളുടെ മേൽ എനിക്ക് ഭയം ദാരിദ്ര്യമല്ല, വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് വിശാലമാകലാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് അപാരമായി വിശാലമാകലാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളോടുള്ള ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഭയപ്പാട്. മനസ്സിലായിക്കോ? പതിയാങ്കരയിലുള്ളവർ റസൂലുള്ളാഹിന്റെ വാക്കാണ്. 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് പ്രവാചകരുടെ ജീവിതം, പ്രവാചകരുടെ വാക്ക് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുക. ദാരിദ്ര്യം എനിക്ക് ഭയപ്പാടില്ല. പതിയാങ്കരയിലുള്ള ഇന്ന ഉപ്പ ദാരിദ്ര്യം വന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് ഭയമില്ല. മുത്തനബിയുടെ അധ്യാപനാണ് പറഞ്ഞത്. മറിച്ച് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാവൽ, നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി കൂടി വരൽ, അതെനിക്ക് ഭയമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തനബി ഭയക്കാൻ നമ്മുടെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് വിശാലമാകുന്നതിനെ ഭയക്കുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും, ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഒന്ന് പുറകോട്ട് ചിന്തിക്കും. ഇന്ന് കാണുന്ന ഈ സമ്പത്തുണ്ടോ? ഇന്നിപ്പോ വീട് എത്തിച്ചു. അന്ന് വീടില്ലാത്തവരൊക്കെ ഇന്ന് വീടാക്കി. ഒരു 30 കൊല്ലം കൊണ്ട് വീടുണ്ടാക്കി, വാഹനം റെഡിയാക്കി, മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പല കോണുകളിലായി. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പല കോണുകളിലും നല്ല വിദ്യാഭ്യാസം ഉള്ളവരായി. പണ്ട് കടലിൽ പോയി മീൻ പിടിച്ചതിന് വരെ ഇന്ന് കടലിന്റെ വലിയ മുതലാളിയായി മാറി. ഇന്ന് കണക്ക് പിള്ളയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവൾ കടലിലൊന്നും പോവില്ല. അന്ന് കടലിൽ പോയി മീൻ പിടിച്ചതിന്റെയും കയറി പിടിച്ചതിന്റെയൊക്കെ തഴമ്പുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വല്ല പണിയുണ്ടോ? ഇന്നിപ്പോ പൈസ ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് നല്ല മട്ടൻ ബിരിയാണി വെക്കണമെന്ന് കരുതിയാലും കുഴിമന്തി വെച്ച് അടിക്കൂലേ? ഇപ്പൊ കടപ്പുറത്ത് പോയി കുഴിയെടുത്ത് അടിക്കും. അതിന് പറ്റിയ സാമ്പത്തിക അള്ളാഹു ഇന്ന് നൽകിയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകട്ടെ.
അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു മട്ടൻ മന്തി വെക്കണമെന്ന് കരുതിയാൽ, അതിനുള്ള ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടായാൽ, അതിനുള്ള ഒരു സാഹചര്യം മക്കള് പറയാണ് വാപ്പ ഇന്ന് വേണം നിർബന്ധം പിടിച്ചാൽ, അതിനുള്ള ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായി നൽകിയിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ, ഒരു മാംസം കിട്ടാൻ, ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ? അള്ളാഹു നമുക്ക് അന്ന് എത്ര പരീക്ഷണങ്ങളാണ് നൽകിയത്. അൽഹംദുലില്ലാ. ഒന്ന് അൽഹംദുലില്ലാ പറയും, ഉറക്കെ പറയും സഹോദരങ്ങൾ. ഒന്നുകൂടി പറയും, ഒന്നുകൂടി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അധികമായി തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ്. അല്ലാഹു പറയാൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ ഈ കടപ്പുറ നിവാസി. റബ്ബിനെ എപ്പോഴും സ്മരിക്കണം. നമുക്കിപ്പോഴും ചിലർക്ക് പറയണം ഇങ്ങോട്ട് അതൊന്നും നമ്മൾ അൽഹംദുലില്ലാ പറയുന്നവരാകണം എപ്പോഴും. മുൻകാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഐശ്വര്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞ് നിലകൊണ്ടാൽ റബ്ബ് നമ്മളെ അധികരിപ്പിക്കും. അള്ളാഹ് പറഞ്ഞതാണ്. ഖുർആനിൽ വിശ്വാസമില്ലേ? ആ വിശ്വാസം നിലനിർത്തി നമ്മൾ വരും. അൽഹംദുലില്ലാ മനസ്സിരുത്തി അങ്ങനെ പറയും. നിങ്ങൾ അറിയാതെ ചാകര വരും, നിങ്ങൾ അറിയാതെ സാമ്പത്തിക അഭിവൃദ്ധി വരും, നിങ്ങളുടെ മനസ്സുപോലും ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഏറെ തരും. സാരമല്ല. استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊള്ളണേ. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനം തേടണേ. എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം? പാപമോചനം പുറത്തു തരിക, പാപമോചനം നടക്കുക മാത്രമല്ല, അല്ലാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരിക മാത്രമല്ല, പാപമോചനത്തിനോടൊപ്പം പടച്ച റബ്ബ് ഓഫറിൻ്റെതാകുന്ന പെരുമഴ വർഷിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, കടപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകുകയാണ്. വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയമാകുന്ന അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിന്റെ മഹത്വം മാത്രമാണ് ഖുർആനിൽ ഈ പറഞ്ഞത്. സൂറത്തുൻ നൂഹ്. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഡെയിലി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെല്ലണം. അതൊന്നുമില്ല. ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഫനായും ഫസാദും പറയുന്നു. പോയി ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കാൻ മുത്തല്ലികളില്ലേ? അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക ശരിയല്ല. ഇതൊക്കെയാണ് നമ്മൾ സംസ്കാരം കഴിഞ്ഞുകൊണ്ട് വാതിക്കലോട്ട് വന്നിരിക്കുക, സ്വറ പറയുക, കഥ പറയുക, ഫനായും ഫസാദും പറയുക. നമ്മുടെ നാവിന് ആദ്യം കൂച്ചുവിലങ്ങിടുക, എന്നാൽ തന്നെ നന്നാവും. ഇന്നിപ്പോ ഈ ആശറായിന്റെ സുദിനത്തിൽ തന്നെ എത്ര ഫനായ പറഞ്ഞത്. നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? എത്രയോ ഫനായും ഫസാദ് നമ്മൾ പറയുന്നത്. ആവശ്യമില്ലാത്ത വർത്താന, ഗീബത്ത്, നമീമത്ത്, പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ അയൽവക്കത്തുള്ളതാകുന്ന സഹോദരിമാരുമായി വർത്താനം പറയുന്നു. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ഫനായ്ക്കും ഫസാദിന് നേതൃത്വം കൊടുക്കുന്നു. അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ, ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊതിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കുക. എന്നിട്ട് അതാണ് ചർച്ച. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ? ചില വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ മോശമാണ്. പഴയതാകുന്ന കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, +2 പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പാക്കി, ചാറ്റിംഗ് ആക്കി, അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി. ആ ചാറ്റിംഗ് പിന്നെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചീറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ? ഇന്ന് ഗെറ്റ് ടുഗദർ
ടുഗദറുകളും മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ, സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് 1978-ലും 88-ലും 90-കളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, 30-ഉം 20-ഉം 25-ഉം 40-ഉം വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയ മുറ്റത്ത് പരസ്പരം ഇഴുകിച്ചേർന്നു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 4-5 മക്കളുള്ളതാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ജോഡികളായി സ്വന്തം ഭർത്താവ് തനിക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരന് കാമുകൻ അവനുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയിലാകുന്ന യുവതികൾ ഗെറ്റുകറി എന്ന പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല. പഴയ കോളേജ് കൂട്ടുകാരികളൊക്കെ ഒരുമിക്കുക, എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു, ഒരു കൂട്ടായ്മ നടത്തുന്നു. ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് പറയുന്നത്. വാട്സാപ്പ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിരിയുന്നതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പരസ്പരം അവരോട് വേണ്ടത് ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന മറപാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസ്സീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ്ണ പിന്തുണ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് ചെയ്ത് അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് അവരുടേതാകുന്ന വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി നിനക്ക് ഭർത്താവുമായിട്ട് നിന്നെ ഭർത്താവ് അത്രയേറെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായൊരു വിഷയമാണ്. അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാര് ശ്രദ്ധിക്കണം. കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. റസൂൽ എന്ന് പറയുന്നു, ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്, ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഏതുപോലെയാണ് നിങ്ങൾക്ക് ദുന്യാവ് കടന്നു വരുക, മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിനെ വാരിപ്പുണരുന്നത് പോലെ നിങ്ങളും ദുന്യാവിനെ വാരിപ്പുണരുമേ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ഫിർഔൻ പോലെ, നമ്രൂദ് പോലെ, ഹാമാൻ പോലെ മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുമേ. കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ പോയതുപോലെ നിങ്ങളും ദുന്യാവിന്റെ പിറകെ പോകുമ്പോ ഫതുഹ്ലികകും കമാ അഗ്ലകതുഹും. അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുന്യാവിൽ നശിക്കുമേ എന്ന്, നിങ്ങളും ദുന്യാവിൽ മോശമാകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ചന്ദ്രാധിപതിയാകുന്ന ആളുകൾ എവിടെയാണ് പോയതെന്നറിയില്ലേ? പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഓതി പറയുകയാ, സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടാളികളെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നതായ ഫിർഔൻ, റംസീസ് രണ്ടാമനെന്ന് ലോകം രേഖപ്പെടുത്തിയതായ ചക്രവർത്തിയല്ലേ, തെമ്മാടിയായ മനുഷ്യരല്ലേ, ധിക്കാരിയായ മനുഷ്യരല്ലേ, അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഇഞ്ചിഞ്ചായി വളർന്ന് പന്തലിച്ചതായ വ്യക്തിയല്ലേ, ലോകം കണ്ട ഏറ്റവും വലുതായ സമുന്നതരായ രാജാതിരാജൻ ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനല്ലേ, ഈ ലോകത്തിന്റെ സംരക്ഷകൻ റബ്ബ് ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവനല്ലേ, അതിനെതിരായി നിൽക്കുന്ന ആളുകളെ വല്ലാതെ ക്രൂശിച്ചവൻ ഫിർഔനല്ലേ, ഫിർഔനല്ലേ. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. തനിക്കെതിരെ കടന്നു വരുന്നവരെ പലകയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉരിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുകയാ. നഊദു ബില്ലാഹ്.
ഇഞ്ചിഞ്ചായി കൊല ചെയ്യുകയാണ്. കൈകാലുകളിലേക്ക്, കവിളിലേക്ക്, ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇഞ്ചിഞ്ചായി ഓരോ അവയവങ്ങളിലും ഓരോ വിരലുകളിലും ആണി കൊണ്ടുവന്ന് അടിക്കുകയാണ്. ഖുർആൻ അവനെ വിശേഷിപ്പിക്കുകയാണ്. വഫിർഔന ദിൽ ഔതാദ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കാതെ, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാതെ, ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന മൂസാ നബിയുടെ ജ്യേഷ്ഠനെ കൊണ്ട് വിശ്വസിക്കാതെ റബ്ബിന് എതിരായി നിലകൊണ്ടതായ വ്യക്തിയല്ലേ. ആളുകളെ ഞാനാണ് റബ്ബി എന്ന് പറയുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ. റബ്ബ് ഞാനാണ് എന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചു കൊണ്ടുവന്ന പച്ച പലകയിലേക്ക് കടത്തിയിട്ട് അവരെ പച്ചയായി കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ആണി കൊണ്ടടിക്കൂ എന്ന് ഖുർആൻ പറയുക. ആ രീതിയിൽ അവൻ പ്രവർത്തിച്ചവനാണ്. ആണിയുടയവനാകുന്ന ഫിർഔൻ അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈജിപ്ത് മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന അഹങ്കാരിയല്ലേ, ധിക്കാരിയല്ലേ. എന്റെ അധികാരത്തിലാണ് ഈ മനോഹരമാകുന്ന നൈൽ നദി പോലും ഒഴുകുന്നവനെന്ന് വാദിച്ചവനല്ലേ. ഈ മിസ്ർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈജിപ്തിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് ഗീർവാണം മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ. നഊദു ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും വിശ്വാസം നൽകിയതായ ഏതാനും ചില മരണക്കാരെ കുറിച്ച് അവൻ പറഞ്ഞതായ വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. വലൗസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് മൂസായെ കൊണ്ടും അവൻ്റെതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ? അവരെ പിടിച്ചു കൊണ്ടുവരണേ. ഫലഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. അവരുടെ വലത് കൈ ഛേദിക്കണേ, ഇടത് കാല് വെട്ടിയെടുക്കണേ. ഫിർഔന്റെ പ്രവർത്തനമാണ്. ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി അങ്ങനെ ചെയ്തിട്ടില്ല. ഫിർഔനെ കൊണ്ട് അവിശ്വസിച്ച, അല്ലാഹു എന്ന ഏകദൈവത്തെ കൊണ്ട് വിശ്വസിച്ച, മൂസാ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ച ഏതാനും ചില ആളുകൾ, ചരിത്രം ഞാൻ പറയുന്നത് വിശാലമാണ്. അവരോട് പറയാൻ, അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ, ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ ഇടത്തെ കാല് അവന്റെ മുറിക്കണം. ഇനി ഏതെങ്കിലും ഒരുത്തന്റെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം? വലത്തെ കാല് വെട്ടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യാം. വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ കാല്, ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ കാല്. അതാകുമ്പോ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, സ്വാധീനം ഉണ്ടാവൂല. ഒരുത്താളുടെ വലത്തെ കൈയും വലത്തെ കാലും പോയി ഇടത്തെ കാലും ആസ്വദിച്ചു പോവാം. ഇത് മറ്റേത് 8-10 വലത്തെ കൈയും പോയി പുറത്തും പോയി. നോക്കണം അവൻ കൊടുക്കുന്ന കിരാതമായ അവന്റെ ശിക്ഷ, അവന്റെ ബുദ്ധിവൈഭവം. അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തിയുള്ളവനായിരുന്നു. ചിന്തിക്കണം, എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ അവരുടെ കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു. വലത്തെ കൈ വെട്ടി, ഇടത്തെ കാല് വെട്ടി. ഒരുത്തന്റെ അങ്ങനെ വെട്ടുമ്പോ അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് വെച്ചു. അടിക്കാൻ പറഞ്ഞു, ആണിക്കടിക്കാൻ. ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു. ആലോചിച്ചു, ജീവൻ പോവാൻ. ഷഹീദ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഷഹീദ്. അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നതല്ല. കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊല്ലാൻ, ആണി അടിക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് സഹോദരങ്ങളെ. ഇതെല്ലാം ഈ ഉമ്മത്ത് പഠിക്കേണ്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമാകുന്ന ഫിർഔൻ റംസീസ് രണ്ടാമത്തേതാകുന്ന അധപ്പതനം തുടങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവനെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്തുദ അലാ ഖുലൂബിഹിം ഹത്താ യറവുൽ അദാബൽ അലീം.
അവന്റെ സമ്പത്ത് മുഴുവനും നീ തകർക്കണേ അല്ലാ. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഈ ധിക്കാരം കാണിക്കുന്നത്. പടച്ച റബ്ബേ, അവന്റെ സമ്പത്ത് മുഴുവനും നീ ഇല്ലാതാക്കണേ അല്ലാ. എല്ലാം നീ തകർത്തെറിയണേ അല്ലാ. വസ്ജുദ് അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയത്തിൽ നീ കാഠിന്യത കൊടുക്കണേ അല്ലാ. അവനെ നീ പിടിച്ചു നിർത്തണേ റബ്ബേ. അവന്റേതാകുന്ന സർവ്വ അഹങ്കാരത്തെയും നീ ഇതോടുകൂടി തീർക്കണേ അല്ലാ. ഹത്താ യറൗൽ അദാബൽ അലീം, വേദനാജനകമാകുന്ന ശിക്ഷ അവന് നീ നൽകണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും അതാ ഫിർഔനും കൂട്ടാളികളും പുറകെ ഓടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്. ചെങ്കടലിന്റെ പരിസരത്ത് എത്തുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. ചെങ്കടലടിക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറയുകയാണ്, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദഹും ബഗയൻ വഅദ്വാ. അതിശത്രുതയോടുകൂടി അഹങ്കാരത്തോടുകൂടി മൂസാ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതാ ഫിർഔനും കൂട്ടാളികളും 10,000 പടയാളികളുമായി അശ്വാരൂഢന്മാരുമായി കുതിരയുടെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത്, കഴുതയുടെ പുറത്ത് വലിയ വലിയ വാഹന മുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന ഫിർഔന് പാവപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും ഏതാനും ചില വിശ്വാസികളും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് യാത്ര പറയുകയാണ്. അതാ കടന്നു വരുകയാണ്. ചെങ്കടലിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോ അല്ലാഹ് പറയുന്ന, മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിൽ നടിക്കണേ. മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി കൊണ്ട് നിലത്തടിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ കടൽ ഇരു പാർശ്വങ്ങളിലേക്ക് മാറുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ച റബ്ബ് 2 വസ്തുക്കളോട് പറയുകയാണ്, ചെല്ലിൻ നിങ്ങൾ വേഗം. ഒന്ന് കാറ്റിനോടാണ്, മറ്റൊന്ന് സൂര്യനോടാണ്. വേഗം തന്നെ കാറ്റ് വരികയാണ്. അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപകടകാരിയായ അറിയപ്പെടുന്നതാകുന്ന ചെങ്കടൽ, ആ ചെങ്കടൽ ഇരു പാർശ്വങ്ങളിലേക്കും കാറ്റടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഒരു മതിൽ പോലെ മാറ്റി നിർത്തുകയാ. വേഗം തന്നെ സൂര്യന്റെ രശ്മിയുടെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ അടിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടാളികളും അതിലൂടെ സുന്ദരമായി ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. അപ്പൊ എന്ത് അമലാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്? 60-70 വയസ്സ് കാലഘട്ടം മാത്രമാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളാകുന്ന നമ്മൾ എത്ര നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഒന്ന് ചിന്തിക്കാൻ സഹോദരങ്ങൾ. ഒരു വാളിന്റെ മജ്‌ലിസിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ചില ചിന്തകൾ ഉണ്ടാവണം. എങ്കിലേ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുള്ളൂ, മാറ്റത്തിന് നമ്മൾ തയ്യാറാവുള്ളൂ. ഞാൻ എന്ത് ചെയ്തു ഇതുവരെ? എത്ര സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്? ഇതുവരെ ചെയ്തത് വെച്ചിട്ട് എനിക്ക് സ്വർഗം ലഭിക്കുമോ? അതല്ല ഇതുവരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകം എനിക്ക് വുജൂബാകുമോ, നിർബന്ധമാകുമോ? ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഈ സദസ്സിൽ നിന്നുണ്ടാവണം, നിർബന്ധമാണ്. അല്ലാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം സ്വാലിഹീങ്ങൾ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിപത്രമാണല്ലോ ഇന്ന് കഴിഞ്ഞുപോയ ദിനം. അതിലൊന്നായിരുന്നു മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകർ ഹജ്ജ് കഴിഞ്ഞ് തന്റെ അവസാന ജീവിത കാലഘട്ടത്തിൽ അവസാനത്തതായ ഏറ്റവും ശ്രദ്ധേയമായ അമൽ, ഇസ്ലാമിലെ പഞ്ചസ്തൂപ കർമ്മങ്ങളിൽ അവസാനത്തതാകുന്ന ഫർള് വീട്ടാൻ പ്രവാചകൻ മക്കയിൽ പോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് എത്തിയപ്പോ അവിടെയുള്ള ജൂതന്മാർ നോമ്പ് അനുഷ്ഠിച്ചതായി കണ്ടു. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? മദീനയിലുള്ളതാകുന്ന ആളുകൾ, ജൂതന്മാരായ യഹൂദികളാകുന്ന ആളുകൾ നോമ്പ് നോറ്റിരിക്കുന്നു. പറഞ്ഞു, ഞങ്ങളുടേതാകുന്ന മൂസാ പ്രവാചകൻ ഫിർഔനിൽ നിന്ന്, ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയിൽ നിന്ന്, സ്വേച്ഛാധിപതിയിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയതായ ദിനമാണ്.
ഫിർഔനിൽ നിന്നും അവന്റെ കൂട്ടാളികളിൽ നിന്നും സംരക്ഷണം ലഭിച്ചു എന്ന് മാത്രമല്ല, ഫിർഔനെയും കൂട്ടാളികളെയും ചെങ്കടലിൽ മുക്കി കൊന്നതാകുന്ന ദിനം കൂടിയാണ് ആശുറാഇന്റെ ദിനം. അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതാ നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന എന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന മൂസയോട് ഏറ്റവും കൂടുതൽ ബന്ധം നിങ്ങളെക്കാൾ ഞാനാണെന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പകലിന്റെ തുടക്ക സമയത്ത് പ്രവാചകന് നോമ്പ് നോറ്റ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് ഹദീസുകളിൽ സുവ്യക്തമാണ്. ഇത് നടന്നത് പകൽ സമയത്താണ്, ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്തും സന്ദർഭത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഇമാമികൾ രേഖപ്പെടുത്തി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഒരാൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തിയവനാണ് എങ്കിൽ അതിലെല്ലാം പെട്ടു. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത് പെട്ടു. എല്ലാ കാര്യങ്ങളും കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും പരിപൂർണമായി അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഉച്ചയ്ക്ക് മുമ്പ് സുന്നത്ത് നോമ്പാണെങ്കിൽ നിയ്യത്ത് വെച്ചാൽ മതി. പ്രവാചകൻ അങ്ങനെ ചെയ്തു കാണിച്ചു. അത് തന്നെ മതത്തിന്റെ നിയമമായി. എന്നാൽ റമളാനിലെ ഒരു നോമ്പ് ഖളാ വീട്ടുന്നവരാണ് എങ്കിൽ, ഇന്നും എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു, ഇന്ന് രാവിലെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടാൻ ഇതിനോടൊപ്പം നിയ്യത്ത് വെക്കാമോ? പകലിൽ പറ്റൂല. അങ്ങനെയെങ്കിൽ രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. കാരണം ഫർളായ നോമ്പിന് രണ്ട് കാര്യങ്ങൾ നിർബന്ധമാണ്. ഒന്ന് തബീയത്ത്, രാത്രിയിൽ തന്നെ ആവൽ നിർബന്ധമാണ്. രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. സുബഹിക്ക് മുമ്പ് തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. മറ്റൊന്ന് തഅയ്യിനാണ്, നോമ്പ് ഏതാണ് എന്നുള്ളത് വ്യക്തമായിരിക്കണം. ഒന്നില്ലെങ്കിൽ റമളാനിന്റെ നോമ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രായശ്ചിത്തത്തിന്റെ നോമ്പാണ്, കഫാറത്തിന്റെ ഇന്ന നോമ്പ്, ആ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കിയിരിക്കണം. അപ്പൊ നോമ്പ് ഏതാണെന്നുള്ളത് വ്യക്തമാക്കണം. രണ്ടാമത്തത് രാത്രിയിൽ തന്നെ ആയിരിക്കണം, അഥവാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അപ്പൊ റമളാനിന്റെ നോമ്പ് ഖളാ വീട്ടുകയാണെങ്കിൽ തലേന്ന് തന്നെ നിയ്യത്ത് വെക്കണം എന്നർത്ഥം. സുബഹിക്ക് മുമ്പ് തന്നെ റമളാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം നാളത്തെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു, ഇന്ന നോമ്പ് അനുഷ്ഠിക്കുന്നു എന്നുകൂടി കരുതിയാൽ രണ്ടും ഹാസിലാകും. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്ത് നോമ്പിനോടൊപ്പം ഫർള് കൂടി കരുതണമെങ്കിൽ രാത്രിയിൽ തന്നെ വെച്ചിരിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് ഇഷ്കാലുണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് സാന്ദർഭികമായി ഉണർത്തിയത്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സുന്നത്ത് നോമ്പുകൾ വരുമല്ലോ. അയ്യാമുൽ ബീദും അതുപോലെ തന്നെ അയ്യാമു സൂദും. എല്ലാ അറബി മാസവും 13, 14, 15 സുന്നത്താണ്. അറബി മാസം തന്നെ 27, 28, 29 സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്താണ്. ഇങ്ങനെയുള്ള നോമ്പുകൾ വരുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റമളാനിൽ ഖളാ വീട്ടാനുള്ള നോമ്പുകൾ അത് അവരുടെ ഫർളിനോടൊപ്പം തന്നെ സുന്നത്തുകൾ കൂടി ശ്രദ്ധിക്കണം. അതിന് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് അമലുകൾ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, തീർച്ചയായും അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ വരുന്ന വർഷം ഞാൻ മുഹറം 9 കൂടി നോമ്പ് അനുഷ്ഠിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പ്രവാചകർ പിന്നീട് ജീവിച്ചിരുന്നില്ല. 2 മാസങ്ങൾക്ക് ശേഷം പവിത്രമാക്കപ്പെട്ട മുഹറം കഴിഞ്ഞു. സഫർ, റബീഉൽ അവ്വലിൽ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്തു. അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ആ മുത്തുനബിയുടെ പൊരുത്തവും അവിടുത്തെ ശഫാഅത്തും നമുക്ക് ഏവർക്കും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. അല്ലാഹു നസീബാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രവാചകരുടെ ശഫാഅത്ത് നീ നസീബാക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പറഞ്ഞതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുഹറം 9 കൂടി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത്. ചിലർ ഇപ്പോഴും വാദിക്കുന്നുണ്ട് പ്രവാചകൻ ചെയ്തില്ലല്ലോ. പിന്നെ എന്താണ് അതിന്? സഹോദരങ്ങളെ, ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മുത്തുനബി പ്രവർത്തിച്ചത് മാത്രമല്ല, പ്രവാചകന്റെ വാക്ക്, പ്രവാചകന്റെ പ്രവർത്തനം, പ്രവാചകന്റെ അംഗീകാരം, ഇതൊക്കെ ഹദീസിൽ പെടും. ഇതൊന്നും അറിയൂല. ഈ പരിശുദ്ധമായ മുഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അമാലുകൾ ചെയ്യേണ്ടതാകുന്ന കാര്യങ്ങൾ ഹദീസിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുമ്പോൾ അതൊക്കെ ലൈഫല്ലേ, അതല്ലേ, ഇതല്ലേ എന്ന് ചോദിക്കുന്നവർ ഹദീസിൻ്റെതാകുന്ന നിദാന ശാസ്ത്രങ്ങൾ കൃത്യമായി പഠിക്കാത്തവരാണ്, മനസ്സിലാക്കാത്തവരാണ്. ഹദീസുകൾ പല സെക്ഷനുണ്ട്. സ്വഹീഹുണ്ട്, ഹസനുണ്ട്, ലഈഫുണ്ട്. ലഈഫ് തന്നെ 81 മോഡലുണ്ട്.
ഇതൊക്കെ തന്നെ അമലിന് പറ്റുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട നബിയുമാമ തങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്കാറടക്കമുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗളൂആയ ഹദീസുകളുണ്ട്, നിർമ്മിതമായ ഹദീസുകൾ. ആശുറാഇന്റെ സുദിനത്തിൽ പ്രത്യേക നിസ്കാരങ്ങളുണ്ട്. അതുപോലെ ശഅബാൻ 15-ന് പ്രത്യേക നിസ്കാരമുണ്ട്. അത് ഇന്ന ഇന്ന സൂറത്തുകൾ ഓതി നിസ്കരിക്കണം എന്നൊക്കെ പറയുന്നത് ഫബിദ്അത്തുൻ ഖബീഹത്തുൻ, അത് ഏറ്റവും മോശപ്പെട്ടതാകുന്ന ബിദ്അത്താണ്, അത് പുത്തൻ പ്രസ്ഥാനമാണ്, അത് പരിശുദ്ധ ദീനിൽ അടിസ്ഥാനമില്ല എന്ന് ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതല്ലാത്തതാകുന്ന ലഈഫായ ഹദീസുകൾ തന്നെ അമൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അത് അംഗീകരിക്കാത്തവരാണ് എങ്കിൽ സ്വഹീഹായ ഹദീസുകൾ ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ഹദീസുകൾ തന്നെ നല്ലത് കുറവായിട്ട് ഇസ്ലാമിന്റെ പ്രമാണം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരും. മറ്റൊരു വിഷയമാണ്, ഞാനിപ്പോൾ അതിലേക്ക് കൂടുതലായി കടക്കുകയല്ല, സാന്ദ്രവുമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. അതുകൊണ്ട് ഇമ്മത്തുകൾ, ഉസ്താദുമാർ മഹല്ലത്തുകളിൽ നിന്ന് അവർ ഓരോ വിഷയങ്ങളും ശ്രദ്ധ തിരുത്തി ഇന്ന ദിക്ർ ഇന്ന ദിവസം ചെല്ലണം, ഇന്ന അമൽ ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ആ ഹദീസ് സ്വഹീഹല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ ലഈഫായ ഹദീസ് കൊണ്ട് തന്നെ അമൽ ചെയ്യാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. എത്രയോ അത്തരത്തിലുള്ള ഹദീസുകൾ കോർവ് ചെയ്ത് വ്യക്തമാക്കിയതാകുന്ന സംഭവങ്ങൾ എത്രയോ ഇമാമികൾ പിൽക്കാലത്ത് അവരുടെ പുസ്തകങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. തഴവാ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലി അടക്കം എത്രയോ അമലിന് പറ്റുന്നതായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവർ ചേർത്തു വെച്ചതായി നമുക്ക് കാണാവുന്നതാണ്. മനസ്സിലാക്കണം, അള്ളാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ശ്രദ്ധ ചെലുത്തി മനസ്സിലാക്കാൻ, അവരൊക്കെ നിസാരക്കാരല്ല, വിവരമില്ലാത്തവരല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അതനുസരിച്ച് ചിട്ടയായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.